ഹലോ ഗൈസ്, ആദ്യം എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഞാൻ കമ്പനിയിൽ യൂഷ്വലി ഒരു മാക്സിമം 3-4 പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫേസിൽ യൂസ് ചെയ്തിട്ടാണ് പോകാറ്. അത്യാവശ്യം വിലയുള്ള ലുക്ക് തന്നെയാണ്, അതൊന്നും എനിക്കാണ് തോന്നുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ആ ലുക്ക് ഞാൻ എങ്ങനെയാണത് പോകുന്നത്, കമ്പനിയിൽ റിയൽ പോകുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐലൈനറുണ്ട്, ഒരു ബ്ലഷ് ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്. ഈ 3 പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഈ 3 പ്രൊഡക്റ്റ് വെച്ചാണ് എന്താണ് എൻ്റെ മേക്കപ്പ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. വേറെ ഒരു പ്രൊഡക്റ്റ് സ്കിൻ കെയർ വേറെയാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത് മേക്കപ്പിൽ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ സ്കിൻ കെയറും ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചാൽ ഈ 3 പ്രൊഡക്റ്റ്, അതായത് ഐലൈനർ, അതായത് ഐലൈനർ, അതുപോലെ തന്നെ ബ്ലഷ്, അതുപോലെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ഈ 3 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാകാം. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ഞാനൊന്നും ചെയ്തിട്ടില്ല. സ്കിൻ കെയർ വേണമെങ്കിൽ ഇതിൽ കാണിക്കാം. സ്കിൻ കെയർ നിങ്ങൾ എങ്ങനെയാണോ സ്കിൻ കെയർ ചെയ്യാറുള്ളത് ആ രീതി ചെയ്താൽ മതി. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും, ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആണല്ലോ. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായതുകൊണ്ട് അതിനുള്ള രീതിയിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മളൊരു ആക്റ്റീവ് യൂസ് ചെയ്യണമല്ലോ. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മിനിമലിസ്റ്റിൻ്റെ സീറമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് പ്രൊമോഷനായിട്ടൊന്നും അല്ല, എന്നാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് മുന്നേ എന്നെ അറിയാവുന്നവർക്കറിയാം, എൻ്റെ ഈ ഫേസിലും ഈ ചീക്സിലൊക്കെ ഫുള്ള് നമ്മൾ ഈ പീരീഡ്സ് ടൈമിൽ നമുക്ക് വരുമല്ലോ, ഇങ്ങനെ ഓരോരോ ബ്ലാക്ക് സ്പോട്ടുകളായിട്ട് വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ പോകുന്നില്ല, പിമ്പിൾസ് വന്നിട്ട് ബ്ലാക്കിഷ് ആയിട്ട് കിടക്കുക പോകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തപ്പം ഇതിനകത്ത് വൈറ്റമിൻ സി, ഇ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കണ്ടില്ലേ. ഇതിപ്പോൾ ലാസ്റ്റ് ടൈം എനിക്ക് പീരീഡ്സ് വന്നപ്പോഴത്തെ ആ ഒരു ഡാർക്ക് അല്ലാതെ ബാക്കി എനിക്ക് ഡാർക്ക് സർക്കിൾസൊന്നും ഡാർക്ക് സ്പോട്ട് ഞാനുണ്ടല്ലോ ഗൈസ്, ഫാൻ പോലും ഇട്ടിട്ടില്ല. കാരണം എനിക്ക് മൈക്കില്ലല്ലോ, അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കണം, വെളിയിൽ ഡിസ്റ്റർബൻസ്, ഫാന് ഡിസ്റ്റർബൻസ് ആകണം. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, വെളിയിൽ കുറച്ച് അലമ്പ് പിള്ളേർ കണ്ട് കുലുകുലാന്ന് കാറൊന്നും ഇത്രയും നാളുള്ള സൗണ്ടൊക്കെയാണ് വെളിയിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. എന്താ ചെയ്യാൻ? സിറം യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ ഗ്ലോ ഒക്കെ കാണാമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം കണ്ടോ അത്യാവശ്യം ഒരു ഇത് വന്നിട്ടുണ്ട്. എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം ഒരു ഗ്ലോ ഒരു ഇത് വന്നിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്, നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര സൗണ്ട് ഗൈസ്, ഇപ്പുറയിൽ നിന്നാണെങ്കിലും ഡൗൺ സൈഡും ഫുള്ള് വണ്ടിയൊക്കെ പോകുന്നു. ആക്ച്വലി ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. ഞാൻ ബാംഗ്ലൂരാണ് കേട്ടോ, അത് പറയാൻ വിട്ടു. ഞാൻ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്ന ഒരു ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്ന ഒരു മല്ലുവാണ്. അപ്പോൾ നമുക്ക് സിറം യൂസ് ചെയ്യുന്നല്ലോ. ഇന്ന് നമുക്ക് നമ്മുടെ എന്താ യൂസ് ചെയ്യാറ്? ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ കാണിച്ചു തരാം. ആക്ച്വലി ഇത് സ്കിൻ കെയർ ആണ്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഒന്നെങ്കിൽ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് പറ്റുന്നതൊക്കെ നോക്കുക. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല ഞാൻ എൻ്റെ ഫേസിൽ. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഒരു തവണ എന്തോ ഒരു വെഡ്ഡിങ് ടൈമിൽ യൂസ് ചെയ്തപ്പോൾ ഫുള്ള് പാടിപ്പോയി ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല, അപ്പോൾ എനിക്ക് ഡാർക്കാണെന്നെല്ലാം പറഞ്ഞു, കാണാനൊരു ഭംഗിയില്ലെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടിൻറ്റഡ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ ഡോട്ട് ആൻറ്റിയുടെ ഒരു സൺസ്ക്രീൻ ഉണ്ട്.
ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം മിനിറ്റ് 3 ഫിംഗേഴ്സിൽ നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് ഓക്കെ. ഞാൻ ആ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്തു. ഏകദേശം ഒരു കവറപ്പ് കിട്ടി, കണ്ടു. അത്യാവശ്യം ഒരു കവറപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. കള്ളത്തിന് നടത്താൻ പോകുന്നത്. സോറി. ഓക്കെ, നമ്മളിനി ബ്ലഷാണ്. ഇത് ഇൻസൈറ്റിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ്. നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള എന്താ പറയുക ബ്ലഷൊക്കെ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അത് എനിക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് സ്മച്ച് ചെയ്ത് കൊടുക്കട്ടെ. ഞാനിത് നോസിന് ചീക്കിലും അതുപോലെ ചീക്കിലും പിന്നെ ഐ ഷാഡോ പോലെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഈ ബ്ലഷ് ഇതെന്ന് പറഞ്ഞാൽ അതിന് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഞാൻ അങ്ങനെ ഈസി പഠിക്കായിട്ട് ചെയ്യുന്നതല്ല, ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സീരിയസ്ലി ഗൈസ്, നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ്സ് ആണെന്ന് കണ്ടില്ലേ? ആലോചിക്കണം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫേസും അതും ഇതൊന്നും വ്യത്യാസം മനസ്സിലാകും. പക്ഷേ യൂസ് ചെയ്തിട്ടില്ല അധികം പ്രോഡക്റ്റ്സ് ഒന്നും. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനും ഈ നമ്മുടെ ബ്ലഷ് മാത്രമേ ഇതുകൊണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ നൈക്കിന്ന് എന്തോ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഏത് ബ്രാൻഡാണ് എനിക്കറിയില്ല കേട്ടോ, മറന്നുപോയി. ഇത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 മന്തായെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നുണ്ട്. 3-4 മന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോയി. പക്ഷേ അത് പോയി. അപ്പം നമുക്ക് ഇന്നുണ്ട് എൻ്റെ ലിപ്സ്റ്റിക്കിനാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ഇവിടെ നിന്ന് അപ്ലൈ കൊടുക്കാം. എന്നാണ് ഞാൻ പറയുന്നത് 3 പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. ലിപ്സ്റ്റിക്ക് ഞാനൊന്ന് ഇങ്ങോട്ടോ ലിപ്സ്റ്റിക്ക് ഞാനൊന്ന് ഐ ബ്രോസ് ഇതുണ്ടല്ലേ ന്യൂഡ് കളറാണത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി മെയിൻ ടാസ്ക്കാണ് ഇതെങ്ങനെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് രണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ സ്മോക്കി ആക്കി വേണ്ടിയിട്ടാണിത്. ഇതെന്താ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇങ്ങനെ പോകുന്നത് വണ്ടി കൊണ്ട്. ഇത് ഞാൻ വിചാരിക്കുന്നത് ലൈറ്റായിട്ട് എഴുതാമെന്ന്, പക്ഷേ ഞാൻ വിചാരിക്കത്തേ ഉള്ളൂ. എഴുതുന്നതൊക്കെ കണ്ടോണം.
എങ്ങനെയൊക്കെയോ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നില്ല. ഇനിയാണ് മെയിൻ പ്രോബ്ലം. അപ്പം ഞാൻ എവിടെ നോക്കണ്ടേ? ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ് ബാം ഇട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും നിങ്ങളെല്ലാം ലിപ് ബാം യൂസ് ചെയ്യുന്നു. ലിപ് ബാം എല്ലാം യൂസ് ചെയ്യണം കേട്ടോ. ഇത് ടിൻഡായിട്ട് നോർമൽ ലിപ് ബാം യൂസ് ചെയ്ത്. ആക്ച്വലി എൻ്റെ ലിപ്പിന് അത്യാവശ്യം ഒരു കളറുണ്ട്, ഭയങ്കര കളറുള്ള അത്യാവശ്യം ഒരു കളറുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു കളറുണ്ടല്ലേ, അത്യാവശ്യം ഒരു കളറുണ്ട്, ഭയങ്കര ഡാർക്ക് അല്ല. എങ്കിലും നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഞാൻ യൂസ് ചെയ്യുന്ന മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കുറേ ടൈം പക്ഷേ 3 പ്രൊഡക്റ്റും ഉണ്ട്, കുറേ ടൈമും ചെയ്യുന്നത്. അത് വർത്തനം പറഞ്ഞിട്ട് 3 പ്രൊഡക്റ്റ് എന്തൊക്കെയായിരുന്നു? ലിപ്സ്റ്റിക്, ബ്ലഷ് ആൻഡ് ഐലൈനർ. ഈ 3 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എൻ്റെ ഒരു മേക്കപ്പ് റെഡിയാക്കി എടുത്തത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പക്ഷേ 3 ഐറ്റം യൂസ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ല ഇത്രയും ഒരു മേക്കപ്പായി. ഇതിപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഫംഗ്ഷന് പോകുന്ന മേക്കപ്പായിട്ടുണ്ട്. കണ്ടില്ല, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫംഗ്ഷൻ പോകുന്ന മേക്കപ്പ് ഇത്രയും മതി ധാരാളം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ 3 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈലൈറ്റർ കാണിച്ചിരുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് മറ്റേ ഇൻസൈറ്റ് തന്നെയാണ്. ഹൈലൈറ്ററും ഉണ്ട്, ബ്ലഷും ഉണ്ട് ഇൻസൈറ്റിൻ്റെ. ഹൈലൈറ്ററും ഉണ്ട്, ബ്ലഷും ഉണ്ട്. ഇത് നമുക്ക് ഹൈലൈറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഹൈലൈറ്റർ ഞാൻ വേണമെങ്കിൽ യൂസ് ചെയ്ത് കാണിക്കാം.